ഒരു ഭിന്നശേഷി ദിനം കൂടി കടന്നു പോകുമ്പോൾ ഭിന്നശേഷി സൗഹൃദമെന്ന് മുറവിളി കൂട്ടുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഓരോ ഇടങ്ങളിലും ഭിന്നശേഷിക്കാർക്കായി എന്ത് പ്രത്യേകതയാണ് മാറ്റിവെച്ചിട്ടുള്ളത്? ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ ഇന്ന് പരിശോധിക്കുന്നു. കേരളം ഭിന്നശേഷി സൗഹൃദമാണോ? ഭിന്നശേഷി സൗഹൃദമാണ്. പക്ഷെ ഒരു വില്ലേജ് ഓഫീസിൽ കൂടി നമുക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് കിടന്നിട്ട് ഇയാൾ കുറേ ദിവസമായി അതിനു വേണ്ടി നടക്കണം. നമ്മളൊന്ന് ചെന്ന് പറയാനായിട്ടൊന്നും നമുക്ക് പറ്റൂല. എവിടെ കയറി പോകാനായിട്ടാ പടിയെ ഇങ്ങനെയാണെങ്കിലും പിന്നെ ഇരുന്നൊക്കെ നിരങ്ങിയൊക്കെ കയറണം. അപ്പോഴും ഒരാൾ പിടിച്ച് പൊക്കണം. രണ്ടുപേര് പിടിച്ച് പൊക്കിയാലേ എഴുന്നേക്കാൻ പറ്റുള്ളൂ. ഒറ്റക്കാലേ എഴുന്നേക്കണ്ടേ. നമ്മളിങ്ങനെ ചാടിച്ചാടി തന്നെ ഇപ്പം ബലമൊക്കെ എല്ലാം പോയി കിടക്കാൻ കാലിൻ്റെ ഒറ്റക്കാലിന്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. എനിക്ക് ചൊവ്വേ നല്ലൊരു വഴിയില്ല. വഴിയെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടിൻ്റെ മുള്ളിലാണ് ഞാൻ കിടക്കണം. ഒറ്റപ്പെട്ട 2 വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പൈപ്പ് വെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 6 മാസത്തിനുള്ളിൽ എൻ്റെത് വൈറലായതാണ്. ടി വിയിലൊക്കെ പേപ്പറിലൊക്കെ ഉണ്ടായതാണ്. വെള്ളം കിട്ടാതെ ഒരു മാസമൊക്കെ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ വണ്ടിയാണെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത കണ്ടീഷനാണ് ഈ വെള്ളം കയറുന്ന കാരണം കൊണ്ട്. എപ്പോഴാണ് വെള്ളം കയറുന്നത്, എപ്പോഴാണ് കയറുമ്പോൾ 2 പ്രാവശ്യം വെള്ളത്തിൻ്റെ അടിയിലായിപ്പോയി. അത് കാരണം കൊണ്ടാണ് അവിടെ വഴിയിൽ വെച്ചേക്കണത്. ഇപ്പോഴും വെള്ളക്കെട്ടാണ്. ആ വഴിയിൽ നിറഞ്ഞു കിടക്കണേ വെള്ളം. അതാണ് എൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ വണ്ടി എടുക്കണം വഴിയൊക്കെ കണ്ടാ നിങ്ങൾ. പിന്നെ പള്ളിയുടെ അവിടെ നിന്ന് മുണ്ടമേലിലോട്ട് പരിപ്പിൻ്റെ അങ്ങാട് നൊവേന പള്ളിയിലോട്ടൊക്കെ ഒന്നും എനിക്ക് പോകാൻ പറ്റൂല ഈ വണ്ടിയുമായിട്ട്. അവിടെയൊക്കെ കട്ടറാണ് ഭയങ്കരമായിട്ട് പൊളിഞ്ഞ് വല്ലാതെ കിടക്കണേ. അതാണ് കൊണ്ട് ഞാൻ വല്ലപ്പോഴും ഇപ്പോൾ പുറത്തോട്ട് പോകുന്നുള്ളൂ. അല്ലാതെ പുറത്തോട്ടൊന്നും പോകണില്ല. പോകാൻ പറ്റുന്നില്ല എനിക്ക് വണ്ടിയുമായിട്ട്. കാരണം ഒന്നാമത്തെ കാലിന് വയ്യ. കാലിന് ഈ ഒരു വശം തേയ്മാനം, ഈ വശം മുട്ടുകാൽ വീണ് ഇത് തെന്നിയിരിക്കണേ. അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടാണ് എനിക്ക്. പിന്നെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഇല്ല. ഞങ്ങൾ 2 സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. വേറെ ആരും സഹായിക്കാനൊന്നും ഇല്ല. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടി ഉള്ളിലോട്ട് കയറും. സേഫ്റ്റി ആയിട്ട് ഉള്ളിൽ കയറ്റിയിട്ട് ഉള്ളിൽ അവർ പറയും അവിടെ സേഫ്റ്റി ആയിട്ട് വെച്ചോന്ന് പറയും. അതുപോലെ കറണ്ട് ബില്ലടക്കാനാണെങ്കിൽ ഞാൻ ഓൺലൈനിലാണ് അടക്കണം കറണ്ട് ബില്ല്. പിന്നെ വില്ലേജ് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ സേഫ്റ്റി ആയിട്ട് വണ്ടി നമുക്ക് കയറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ പോണ വഴിയാണ് നമുക്ക് മോശം. വഴി നല്ലതല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ആ ഒരു അവസ്ഥയെ. അപ്പോൾ വണ്ടി ചിലപ്പോൾ നിന്നു പോവും. ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി നിന്നു പോവും. അത് ഈ വഴിയുടെ മോശം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ വഴി തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ വന്നേക്കണ. അത് ഈ മറ്റേ മേയർ എന്തെന്നാണ് ആ മേയറിൻ്റെ പേര്, ആ മേയർ വഴിയാണ്, കൗൺസിലറല്ല മേയർ വഴിയാണ് ഇത് എനിക്ക് ശരിയാക്കി തന്നത്. കാരണം കൗൺസിലർ പറയണത് നിങ്ങൾക്ക് 2 വീട്ടുകാർക്കായിട്ട് ഞങ്ങൾ ഇത്രമാത്രം കാശ് മുടക്കണ്ടേന്ന്. ഞങ്ങൾക്കും ജീവിക്കണ്ടേ എപ്പോഴും. ഞങ്ങളും മനുഷ്യരല്ലേ. ദൈവം വിട്ട ആത്മാവ് ദൈവം എടുക്കോളം നമുക്ക് ജീവിക്കണം. പാഴുകാട്ടി പോകാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെയാണ് അവർ പറഞ്ഞത് എന്നോട്. അപ്പം ഞാൻ മേയറിനെ കണ്ട് മേയറിൻ്റെ PA കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇത് കോർപ്പറേഷൻ ഏറ്റെടുത്തേക്കണ സ്ഥലമാണെന്ന് ചോദിച്ചപ്പോൾ ആ കോർപ്പറേഷൻ്റെ സ്ഥലമാണെന്ന്. അവർ1 മാസം കൊണ്ട് എനിക്ക് ഈ വഴി നടത്തി ശരിയാക്കി തന്നു. പക്ഷേ ഇപ്പോഴും വെള്ളം കയറണേണ്. എന്നിട്ടും ഇപ്പോൾ 1 മാസമായി വെള്ളം കയറാൻ തുടങ്ങി. ഞാൻ വെന്നിനെ വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും മാർഗം ഉണ്ടാ വെന്നി. കാരണം എനിക്ക് പഴയ പോലെ ഇപ്പം നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചോദിച്ചത്. പഴയ കണ്ടീഷനാണെങ്കിൽ ഞാൻ ഓടി നടക്കും. ഇപ്പം എനിക്ക് 55 വയസ്സായി മേഡം. എൻ്റെ അവസ്ഥ ഒന്നും മനസ്സിലാക്കണമേ. വല്ലയിടത്തും വീണ് കിടന്നാൽ നോക്കാൻ ആളില്ല. അതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് വഴിയൊന്ന് ശരിയാക്കണം. എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള സേഫ്റ്റി ആയിട്ടുള്ളൊരു ഇത് കിട്ടണം. അത്ര എനിക്കുള്ളൂ. പടി കയറാനുള്ള പ്രയാസമുണ്ട്. അപ്പം നമ്മൾ താഴെ നിന്നിട്ടും കാര്യങ്ങൾ പറയും. അപ്പം പറ്റിയവരാണെങ്കിൽ അവർ ഇറങ്ങി വന്നിട്ടും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. അങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ എനിക്ക് അങ്ങനെയാണ് സാധിച്ചു കിട്ടിയത്. വീടിൻ്റെ ടാക്സ് അടക്കാൻ ചെന്നപ്പോൾ അത് മേലെയല്ല എനിക്ക് കയറാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അവസ്ഥ നടന്ന് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പം ആ പെണ്ണ് ഇറങ്ങി വന്നിട്ട് കാര്യങ്ങൾ സാധിച്ചു തന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടില്ല എനിക്ക്. അങ്ങനെ ആളില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയല്ല. ഞാൻ കയറൂല. ഞാൻ ഇങ്ങോട്ട് പോരും. അല്ലാതെ എന്ത് ചെയ്യാനാ? നമുക്ക് പറ്റൂലല്ലോ മേഡം. പറ്റൂലെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അകത്ത് വെള്ളം കയറണേന് ഇത് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. ആ സ്റ്റെപ്പ് പോലും എനിക്ക് കവച്ച് വെക്കാൻ പറ്റുന്നില്ല. ആ സാഹചര്യമാണ് എനിക്ക്.
വെള്ളം കയറണേനാണ് അങ്ങനെ കെട്ടിയത്. അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ പുറത്തു പോയാൽ ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ അവസ്ഥ. മസ്കുലർ ഡിസ്ട്രോഫി എന്നുള്ള അസുഖമാണ് ഇത്. അപ്പോൾ എല്ലാവരെയും പോലെ അല്ല എനിക്ക്. സാധാരണ എല്ലാവരും കിടപ്പായി പോകും, നട്ടലിനൊക്കെ വന്നെ. എനിക്ക് കൈക്കും കാലിനും മാത്രമേ ഇത് വന്നുള്ളൂ. അങ്ങനെയാണ് കട തുടങ്ങിയത്. അപ്പോൾ 17 വർഷമായി. ഇത് ഇത്തിരി ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ കുറേ ആൾ കഴിയുമ്പോൾ ഇതായി പോകണ പോലത്തെ അസുഖമാണ് ഇത്. ഇപ്പം തീരെ നടക്കാൻ പറ്റുള്ള ഇപ്പം അത് ഭിന്നശേഷി സൗഹൃദം ഒന്ന് ആക്കി എല്ലാ ഓഫീസും മാറ്റുമെങ്കിൽ എന്നെ പോലത്തെ ആൾക്കാർക്ക് സുഖമായിരിക്കും അവിടെ കയറാൻ വേണ്ടി. വീൽ ചെയർ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ ഉപയോഗിച്ചല്ല. എഴുതി കൊടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ. ചിലപ്പോൾ ഫെബ്രുവരിയിൽ മാർച്ചിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. 17 വർഷമായി കട തുടങ്ങിയിട്ടല്ലേ? അത് രോഗാവസ്ഥയിലേക്ക് പതിയെ വന്നതാണല്ലോ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവില്ലേ ഈ ഒരു സിറ്റുവേഷൻസ്? അപ്പോൾ ആ സമയത്തൊക്കെ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. ആശുപത്രി പോക്കും വീടും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ആ സമയത്ത് ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ പിന്നെ യുവന്മാരൊക്കെ എപ്പോഴും പിള്ളേർ കൂടാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എപ്പോഴും. അങ്ങനെ ആട് പോകണം. ആരും ഇല്ല, പണിയായി പോകും. ഏതെങ്കിലും ഓഫീസിൽ ചെന്നാലോ, അതല്ലെങ്കിൽ ആശുപത്രിയിൽ ചെന്നാലോ, അതല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്തിലാണെങ്കിലും പോയി. പഞ്ചായത്തിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ തന്നെ റാമ്പ് ഇല്ലായിരുന്നു. ഞാൻ സ്റ്റെപ്പ് ഇതായിട്ട് അന്ന് ചെറുതായിട്ട് പിടിച്ചാൽ കയറാം. എന്നാലും ഭയങ്കര പാടായി പോയി കയറിയത്. അവിടെ റാമ്പുണ്ട്, പക്ഷെ അവരെ അടച്ചിട്ടേക്കണേണ് അത്. നമ്മുടെ ഈ പഞ്ചായത്തിൽ, ചെല്ലാനം പഞ്ചായത്ത്. പിന്നെ വേറെ എങ്ങും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ റോഡുകളൊക്കെ 3 വീലർ ഓടിക്കുന്ന ആളാണല്ലോ, അപ്പൊ റോഡുകളൊക്കെ ഇവിടെ നമ്മുടെ ഈ റോഡ് ഇപ്പൊ കുഴപ്പമില്ലല്ലോ. NHന്റെ ഇതിൽപ്പെട്ടായതുകൊണ്ട് കുഴപ്പമില്ല. കടയിൽ കൂട്ടുകാരുണ്ടാവും എപ്പോഴും. ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും എപ്പോഴും. കൂട്ടുകാരെങ്കിലും ഉണ്ട്, ഒരാളെ രണ്ടുപേരും എങ്ങനെയാലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ജന്മന സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധ്യതയാണ്. അപ്പോൾ പഠിക്കുന്നത് വെച്ചാൽ എനിക്ക് പഠിച്ച് ഒരു നല്ലൊരു ജോലി സമ്പാദിച്ച് കുടുംബത്തിന് ഒരു ആശ്രയമാകുക, എനിക്ക് സ്വയം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം, അതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ SSLCക്ക് കൂടുതലും മാർക്ക് ഉണ്ടായിട്ടും പൊതുഗതാഗതവും പൊതു ഇടങ്ങളൊന്നും വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലാത്തത് കാരണം എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ പഠിക്കുകയാണ്. +1 എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്റ്റിനും CE മാർക്ക് 20ൽ 19 മാർക്ക് വീതമാണ് തന്നിരിക്കുന്നത്. അസൈൻമെൻ്റ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ കോർഡിനേറ്ററോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിൽ പോലും ഞാൻ ഹാജരായിട്ടില്ല. അത് കാരണം അറ്റൻഡൻസ് ഇല്ലാത്തത് കാരണമാണ് എനിക്ക് 1 മാർക്ക് കുറച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ഇവിടെ പൊതുഗതാഗതങ്ങൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആയിരുന്നുവെങ്കിൽ എനിക്ക് എല്ലാ ക്ലാസ്സിലും ഹാജരാകാൻ കഴിയുമായിരുന്നു. അസൈൻമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും എനിക്ക് 20ൽ 19 മാർക്ക് വീതമാണ് എല്ലാ സബ്ജക്റ്റിനും തന്നിരിക്കുന്നത്. 6 സബ്ജക്റ്റാണുള്ളത്. അപ്പോൾ 6 മാർക്ക് എനിക്കവിടെ പാളെ. പിന്നെ അതേപോലെ തന്നെ എനിക്കിനി +2നും 6 മാർക്ക് കുറയാം. അപ്പോൾ ടോട്ടൽ 12 മാർക്കിൻ്റെ കുറവുണ്ടാകും. എന്നിട്ടും ഇപ്പോൾ ടോപ്പറല്ലേ? അതെ, ടോപ്പ് 1 ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പം വീൽ ചെയറുമായിട്ട് ഇലക്ട്രിക് വീൽ ചെയർ ഉള്ള ആളാണ്, അത് മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഇതുമായിട്ട് പുറത്തു പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സാധ്യതയ്ക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു ടാക്സി വിളിക്കണം, അല്ലെങ്കിൽ ഒരു കാറ് റെൻറ്റിനെടുക്കണം. പിന്നെ എന്നെ കാറിലേക്ക് കയറ്റാനും ഇറക്കാനായിട്ട് എൻ്റെ അനിയൻ ലീവ് എടുക്കണം. അങ്ങനെ ഞാൻ കാറിലേക്ക് പോയാലും ഞാൻ ചെല്ലുന്ന ആ സ്ഥലം വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല. അവിടെ എന്നെ എടുത്ത് കയറ്റേണ്ട അവസ്ഥയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ സാധാരണ ഒരു വ്യക്തിക്ക് 100 രൂപയ്ക്ക് യാത്ര ചെയ്യേണ്ട സ്ഥാനത്ത് ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ മിനിമം ഒരു 2000 രൂപയെങ്കിലാകാറുണ്ട്. കാറിൻ്റെ പിന്നെ എൻ്റെ അനിയൻ്റെ ജോലി എല്ലാം വലിയൊരു എമൗണ്ട് ആകും. ആശുപത്രികളിലും മറ്റു സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ പോകുമ്പോൾ പ്രധാനമായിട്ടും അതായത് വീൽ ചെയർ ഫ്രണ്ട്ലി ആണോ, ഭിന്നശേഷി സൗഹൃദമാണോ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ കണ്ണ് കാണിക്കാൻ പോയിട്ട് അവിടെ നേത്ര വിഭാഗം OP പ്രവർത്തിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഹോസ്പിറ്റലിൻ്റെ പഴയ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോറിൽ. എന്നിട്ട് അത് കാരണം എനിക്ക് ഡോക്ടറെ കാണാൻ കഴിയാതെ തിരികെ പോരേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ഹോസ്പിറ്റലിലാണ് സംഭവിച്ചത്. ഇല്ല, റാമ്പും ഇല്ല, ലിഫ്റ്റും ഇല്ല. അതാണ് പ്രശ്നം. സാധ്യതയ്ക്ക് സർക്കാരിന് മുന്നോട്ടോ അതല്ലെങ്കിൽ ഇത് ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുമ്പോഴും അത് ഇംപ്ലിഫൈ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടല്ലോ.
അത് അങ്ങനെ ഒരു മുന്നോട്ട് വയ്ക്കാനുള്ള സജഷൻസ് എന്തൊക്കെയാണ്? സജഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുഗതാഗതം വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആരെ ആശ്രയിക്കാതെ എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഇലക്ട്രിക് വീൽ ചെയറിൽ പോയി സാധാരണ ഒരു വ്യക്തി യാത്ര ചെയ്യുന്ന അതേ റേറ്റിൽ എനിക്ക് പോയി വരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം വരണമെന്നാണ് എന്നെപ്പോലുള്ള എല്ലാവർക്കും ആഗ്രഹം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിവുകളേറെ ഉണ്ട് എനിക്ക്, പക്ഷെ ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി പോവുകയാണ്. അതിന് കാരണം നിങ്ങളടങ്ങുന്ന ഈ സമൂഹമല്ലേ. എന്നെപ്പോലെയുള്ള ഒരു ഭിന്നശേഷിക്കാർക്ക് പറ്റിയ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ. അപ്പോൾ ഇതിനൊരു സംവിധാനം വേണം. പൊതുഗതാഗതം വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുക, അതേപോലെ തന്നെ പൊതു ഇടങ്ങളും വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കുക. ഞങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരു സ്വയം പര്യാപ്തത വേണം. അതെ, സ്വയം പര്യാപ്തതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എനിക്ക് ഇപ്പോൾ 10 വർഷമായി. 2013 ഏപ്രിൽ മാസത്തിലായിരുന്നു അപകടം പറ്റിയത്. ഇത് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ബൈക്കിന് കൂട്ടുകാരുണ്ടപ്പോൾ റോഡ് സൈഡ് തണൽ മരത്തിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞ് വീണതാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് വെച്ചാൽ എന്നിട്ടാണ് കൊണ്ടത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മെഡിക്കൽ ടെസ്റ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് സർജറി എല്ലാം കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു കടയൊക്കെ ഇട്ട് അങ്ങനെ പോകണം. ഒരുപാട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്തായിട്ട് പോകാനാണെങ്കിലും ഇപ്പോൾ ഒരു ചില തിയേറ്ററിൽ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പൊക്കിയെടുത്തിട്ടാണ് കയറ്റുന്നത്. പിന്നെ ഓരോ തിയേറ്ററിലാണ്ട് തന്നെ വേറെ പല സ്ഥലങ്ങളിൽ എവിടെയാണെങ്കിലും ബിൽഡിങ്ങുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് റാമ്പ് ഉണ്ടാവില്ല. കൂട്ടുകാരായിട്ട് വൺ ഡേ ട്രിപ്പ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള ഓരോ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ റൂം സ്റ്റേകളിലവിടത്തേക്ക് റാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്നെ സ്റ്റെയർ വഴി പൊക്കിയാണ് കയറ്റി കൊണ്ടുപോയിരുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ റോഡാണെങ്കിലും അതെ, ഇതിപ്പോൾ ഇലക്ട്രിക് വീൽ ചെയറാണ്. അപ്പോൾ കുറെ കൂടി സൗഹൃദമാകേണ്ടതാണ്. അതായത് കുറെ കൂടി മറ്റുള്ള റാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളിപ്പോഴുള്ളവർക്ക് വളരെ ഉപകാരമായിരുന്നു തന്നെ. മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അത് തന്നെ ആശ്രയിക്കേണ്ടി വരില്ല ആരും. നമുക്ക് സ്വയം കയറാം. ചില തിയേറ്ററിലുണ്ടാവും. തിയേറ്ററിൽ പിന്നെ ഇടയ്ക്ക് തിയേറ്ററിൽ പോകണതുകൊണ്ട് റാമ്പ് ഞാൻ ഇപ്പോൾ നമ്മുടെ മരട്ടിലൊക്കെ കുഴപ്പമൊന്നുമില്ല. റാമ്പ് വഴി നേരെ ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് തന്നെ റാമ്പുണ്ട്, സുഖമായിട്ട് കയറാം. ചില തിയേറ്ററിൽ ഉണ്ടാവില്ല. പിന്നെ പല സ്ഥലങ്ങൾ കോർപ്പറേഷൻ ഓഫീസ് അങ്ങനെ ചില സ്ഥലം എല്ലായിടത്തും ഉണ്ടാവും. മേയറിൻ്റെ ഓഫീസ് ഇപ്പോൾ മേളിലല്ലേ, അവിടെ കയറാൻ പറ്റില്ല. അവിടെ പൊക്കി തന്നെ കയറേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്താണെന്നറിയുമ്പോൾ അത് ചെയ്യുമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാതെ. എണീറ്റിരുന്നാലും കണ്ണ് മറിഞ്ഞു, നമ്മുടെ നേരെ നിൽക്കില്ല, കണ്ണും മറിഞ്ഞ് വന്നവരിക്കും കുളിപ്പിക്കാൻ വരുമ്പോഴും പേടിയാണ്. പിന്നെ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കിടപ്പ് തന്നെയാണ്. തലക്ക് പെടലിക്ക് മറ്റേ ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് കുറേ നാൾ നടന്ന് പിന്നെ ആയുർവേദത്തിൽ പോയി പുതിയാവിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അന്ന് കാണാൻ ചെന്ന ഡോക്ടറല്ല, അന്ന് വേറെ ഡോക്ടറായിരുന്നു, ഷുക്കൂർ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ മറ്റേ ഇതിൻ്റെ ആയിരുന്നു, വേറെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആയിരുന്നു. പക്ഷെ ചെയ്ത് തന്നെ കുഴപ്പമില്ലാതൊക്കെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് പോയി. ഒരു 3ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് ഷീന ഡോക്ടർ എന്ന് പറഞ്ഞ ആയുർവേദ ഡോക്ടറുണ്ട്, അവരെ കണ്ട് അവർ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ട്യൂബിട്ടങ്ങനോണ്ട് ബേസലിൽ മറ്റേ ഇതാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല ബോഡിക്ക്. അപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി MRI സ്കാനിങ് എടുക്കാൻ പറഞ്ഞു. MRI സ്കാനിങ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിൽ നരമ്പിന് ചെറിയൊരു ഒട്ടലുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്താൽ 50% ഉറപ്പുള്ളവരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്താലും നമുക്ക് കിടപ്പാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ചെയ്യാതെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ തന്നെ പോട്ടെന്ന് വെച്ച്. അല്ലെങ്കിൽ കിടന്നു പോയി കിട്ടണമെങ്കിൽ നമുക്ക് ആരും പൊക്കിക്കൊണ്ടു പോകാനോ ഒന്നിനും നമുക്ക് ആരും ഉണ്ടാവില്ല. വൈഫും 2 മക്കളുള്ളത്. അയാൾ പഠിത്തമൊക്കെ കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പൈസ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവരും പരിചയമുള്ള ആൾക്കാരൊക്കെ വർത്താനൊക്കെ പറയും, ജോളിയായിരിക്കും. പിന്നെ നമുക്കറിയില്ലല്ലോ ആൾക്കാരെന്താ നമ്മളെ വിചാരിക്കുന്നത് എന്താണെന്നുള്ള അവർക്ക് നമുക്കറിയാൻ പറ്റും. പിന്നെ ചിലവരും മുണ്ടാതെയൊക്കെ പോവും, ചിലവരും മുണ്ടും. ഇവിടെ സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിൽ പോകണമെങ്കിൽ തന്നെ സ്റ്റെപ്പാണ്, നമ്മളിട്ടും കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആധാർ കാർഡ് എടുക്കണേലും അതും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. പിന്നെ ആശുപത്രികളിലും കയറാൻ വേണ്ടി ഇത്തിരി പാടാണ്. ആരെയും പൊക്കി കയറ്റണം, അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്.
പിന്നെ വേറെ ഓഫീസിലൊക്കെ അങ്ങനെ പോയിട്ടില്ല. പിന്നെ വല്ല ട്രീറ്റ്മെൻറ്റ് പോകെങ്കിൽ ഇവിടെ പോകുള്ളൂ, ഫാത്തിമയിൽ പോവും. അവിടെ പിന്നെ നമുക്ക് കുഴപ്പമില്ല, ആശുപത്രിയിൽ അവിടെ ഇത്തിരി ഇതാണ്ട് അവർ തന്നെ കയറ്റി കൊടുക്കുന്നു. ഇറങ്ങുമ്പോൾ മറ്റേ റാമ്പ് വെച്ച് തരും, മൂത്ത ആൾ അല്ലെങ്കിൽ ഇളയാളുണ്ടാവും, ബാക്കിൽ പിടിച്ചു തരും, അങ്ങനെ ഇറങ്ങും. അങ്ങനെയുള്ളതൊക്കെ പോകും. പിന്നെ കൂടുതൽ പോയത് വണ്ടി കിട്ടിയിട്ട് ഇറങ്ങിയത് ഇവിടെ മൂത്തവങ്ങളിലൊക്കെ എത്തിയാൽ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. വണ്ടിയായിട്ട് പോയി അവിടെ പോയി വണ്ടിയായിട്ട് ഇറക്കിയത്. എന്നാണ് മണ്ണിൽ വണ്ടി മുട്ടി ഇതായത്. പിന്നെ അന്നോട്ട് പിന്നെ പുറത്തോട്ടൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങും. ഈ ട്യൂബിട്ടവനോണ്ട് പുറത്തോട്ട് ഇറങ്ങാനും നമുക്ക് പറ്റില്ല. ഇൻഫെക്ഷനൊക്കെ കഴിക്കാനുണ്ടെങ്കിലും പണിയെ കൊണ്ടുകൊണ്ട് പോകാൻ വേണ്ടി ആശുപത്രി പോകണേ 10,500 ഫാത്തിമയെ തന്നെ 2-3 പ്രാവശ്യം പോയി. അങ്ങനെ കുറേ കാശൊക്കെ പോയതാണ്. അപ്പോൾ അവർ തന്നെ വരെ സൂക്ഷിച്ചാൽ മതി. ട്യൂബിട്ടവനുണ്ട്, അതിൽ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പോകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ പിന്നെ പുറത്തോട്ട് കൂടുതലും പോകാറില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും പനിയുണ്ടാവും, നിങ്ങളൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വയറ് വീർക്കും, യൂറിയാൻ പോകില്ല, ബ്ലോക്കായി പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് പാലിയേറ്റീവ് കെയർ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് പ്രീജനെ പോലെ ഇത്തരം വീൽ ചെയറിലിരിക്കുന്ന 100-ലധികം ആളുകളുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. പക്ഷേ ഇത്തരം ആളുകളുമായിട്ട് ഞാൻ പൊതുസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരുമായിട്ട് നമ്മൾ മുന്നോട്ട് റോഡുകളിൽ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾ, ഗവൺമെൻറ് ഓഫീസുകൾ, പഞ്ചായത്ത് ഓഫീസുകൾ, ഈ ഇടങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ ഇത്തരം ഇലക്ട്രിക് വീൽ ചെയർ, അതായത് ലക്ഷങ്ങൾ വില വരുന്ന വീൽ ചെയർ അവരൊന്നില്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കടമെടുത്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ വഴിയായിട്ടൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു വീൽ ചെയർ ഉണ്ടെങ്കിൽ അവർക്ക് പൊതുസ്ഥലങ്ങളിലേക്ക്, പൊതു ഇടങ്ങളിലേക്ക്, പൊതു പാർക്കുകളിലേക്കൊക്കെ സ്വതന്ത്രമായിട്ട് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിലും അവിടെയെല്ലാം എന്താ പറയുക, സ്റ്റെപ്പുകളോ അല്ലെങ്കിൽ ബാരിക്കേഡുകളോ പോസ്റ്റുകളോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ വഴിവാണിഭങ്ങളോ കരിക്ക് കച്ചവടങ്ങളോ ഒക്കെ വെച്ച് തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പോൾ 1 കിലോമീറ്റർ പോലും നമുക്കിപ്പോൾ എറണാകുളം ജില്ലയിൽ പൊതുസ്ഥലങ്ങളിലൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിനെന്തായാലും നമ്മളുടെ ഗവൺമെൻറ് പൊതുസ്ഥലങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദമെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പ്രീജൻ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ പോകുമ്പോൾ ഈ വീൽ ചെയർ ഇലക്ട്രിക് വീൽ ചെയർ ആയതുകൊണ്ട് തന്നെ ഒരു 10-100 കിലോ ആളുടെ വെയിറ്റും പിന്നെ നമ്മൾ വീൽ ചെയറിൻ്റെ വെയിറ്റും കൂടി വരുമ്പോൾ നല്ലൊരു ഭാരം വരുന്നുണ്ട്. അത് 4-5 പേരൊക്കെ ചുമന്നിട്ടാണ് അവരെ അടുത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ ഏതെങ്കിലും വില്ലേജ് ഓഫീസറെയോ കാണാനായിട്ട് നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഇലക്ട്രിക്കൽ വീൽ ചെയർ കയറാനായിട്ടുള്ളൊരു റാമ്പുകൾ പൊതുസ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും ആ ബിൽഡിംഗ് പണിയുമ്പോൾ ഗവൺമെൻറ് അതിന് സാങ്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് വെക്കണമെന്നാണ് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരുടെ അഭിപ്രായം. അപ്പോൾ അവർക്ക് മറ്റുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്രയോ കിലോമീറ്ററുകൾ പോകാനായിട്ട് ആ വീൽ ചെയറിന് 10-20 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ ഇലക്ട്രിക് വീൽ ചെയറിനുണ്ട്. സന്നദ്ധ സംഘടനകളും അവരുടെ ഒരു വളരെ സാമ്പത്തിക ഇത് കൊടുത്തുകൊണ്ടാണ് അങ്ങനെയുള്ള വീൽ ചെയർ കൊടുക്കുന്നത്. അപ്പോൾ അത് ഉപയോഗപ്രദമാക്കുവാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് കാലുകളില്ല, അരക്ക് കീഴ്പോട്ട് തളർന്ന ആൾക്കാരാണ് കൂടുതലും വീൽ ചെയർ അല്ലെങ്കിൽ മുച്ചക്ര വാഹനമൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരാളുടെ പരസഹായമില്ലാതെ നമുക്കൊരു കാര്യം നടത്താൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാരുകൾ പറയണതല്ലാതെ ഒരു കാര്യങ്ങൾ നമുക്ക് ഇതുവരെ നടത്തി തന്നിട്ടില്ല. എല്ലാം നിയമ ബുക്കിലുണ്ട്. ഭിന്നശേഷിക്കാർക്ക് നിയമ സംവരണമുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടെന്നുള്ളത് നിയമ ബുക്കിലുണ്ട്. അല്ല, അത് നമ്മുടെ പ്രാബല്യത്തിൽ ഒരിടത്തും വന്നിട്ടില്ല. പഞ്ചായത്തിൽ അരൂർ പഞ്ചായത്തിൽ അതുപോലെ കോടന്തുരുത്ത് പഞ്ചായത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള പഞ്ചായത്തിലാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലും എറണാകുളം കോർപ്പറേഷനിലും അവിടെയുള്ള കുറച്ച് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർ ബുദ്ധിമുട്ടുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ അരൂർ പഞ്ചായത്തിൽ തന്നെ ചെന്നിട്ടുണ്ടെങ്കിൽ റാമ്പ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മുകളിലാണ്. നമുക്ക് ഭിന്നശേഷിക്കാരായ ഒരാൾ നമ്മളൊരാളുടെ കാര്യത്തിന് അവിടെ ചെന്നാൽ ഒരാളെ ആശ്രയിക്കണം. ഒരാൾ പുറത്തേക്ക് വരുന്നത് വരെ നമ്മൾ നിൽക്കണം. നമ്മൾ നിന്ന് വേണം ആ കാര്യങ്ങളൊക്കെ. അയാൾ വന്നിട്ട് അയാളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം. അയാൾ വഴിയാണ് നമുക്കൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു അല്ലെങ്കിൽ വീൽ ചെയറോ അല്ലെങ്കിൽ മുച്ചക്ര വാഹനമോ അല്ലെങ്കിൽ ഇലക്ട്രിക് വീൽ ചെയറോ ഉരുട്ടി ഈ സാറിൻ്റെ അടുത്ത് പോയി നിന്ന് കേൾക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ഇത് കൊടുക്കാനോ നമുക്ക് ഇതുവരെ പറ്റില്ല. അത് ഏറ്റവും വലിയ ഈ സമൂഹത്തിൽ ഞങ്ങളെപ്പോലെ വയ്യാത്തവർക്ക് ഏറ്റവും കൂടുതൽ ദുരിതം തരുന്ന ഒരു ഇതാണ് ഈ ഒരു അവസ്ഥ. അതിലെന്തായാലും ഒരു മാറ്റം വരുത്തണം. കാരണം നോർമലായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ പോലും അവർക്ക് അത് മൈൻഡ് ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോഴത്തെ കാലത്ത് സമയമില്ല, ടൈമില്ല.
നമ്മളൊരു 10 പേരോട് പറയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു കാര്യം ചെയ്തു തരുന്നത്. ഇപ്പോൾ ഈ വണ്ടി തന്നെയാണെങ്കിലും റിവേഴ്സ് ഗിയർ സർക്കാർ തന്നിട്ടില്ല. പിന്നെ തട്ടിക്കൂട്ടിയുള്ള വണ്ടിയാണ് എല്ലാവർക്കും കൊടുത്തേക്കണം. ഇപ്പോൾ അത് കുറച്ച് നാളായിട്ട് ആർക്കും തന്നെ വണ്ടികളും കൊടുക്കുന്നില്ല. ഈ വണ്ടി ഓടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെയാകുന്നു. അപ്പോൾ ഈ പിന്നെ റോഡ് പഞ്ചായത്തുകൾ റോഡുകളെല്ലാം പോയിരിക്കുകയാണ്. 2 വീലർ മാത്രം ഓടിക്കാൻ പറ്റുന്ന സ്റ്റേജാണ്. ഞങ്ങളെപ്പോലുള്ള വയ്യാത്ത ആൾക്കാർക്ക് ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് പഞ്ചായത്തിൻ്റെ ആണെങ്കിലും കോർപ്പറേഷൻ്റെ ആണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ആണെങ്കിലും ഒക്കെ അവസ്ഥ. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണത്. ഒരു ഭിന്നശേഷിക്കാർ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എങ്ങനെയെങ്കിലും തരണം ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അവരങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഈ ഭിന്നതകൾ, കാരണം ഇപ്പം നിങ്ങളെപ്പോലെ നോർമലായിട്ടുള്ള ഒരാളെ പോലെ ചാടി എഴുന്നേക്കാൻ പറ്റില്ല. ചാടി എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ട് എത്ര സ്ട്രെയിൻ ചെയ്തായിരിക്കും അവർ എഴുന്നേക്കുന്നത്. ഒരാൾ 1 മിനിറ്റ് കൊണ്ട് എഴുന്നേക്കുന്നത് ഭിന്നശേഷിക്കാർ 5 മിനിറ്റ് കൊണ്ടാണ് എഴുന്നേക്കുന്നത്. ആ അവസ്ഥയിൽ എഴുന്നേറ്റ് ആ വണ്ടിയിലിരുന്ന് ആ വണ്ടി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ ആരോഗ്യത്തെയാണ് അത് ബാധിക്കുന്നത്. കൈകൾ ഇവിടെ കുഴ തെറ്റിപ്പോകുന്നു, പിന്നെ കൈകളിലൊക്കെ തഴമ്പുകളൊക്കെ വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പഞ്ചായത്തിൻ്റെയും ഇതിൻ്റെയൊക്കെയുള്ള അപാകതയാണ്. എനിക്കിപ്പോൾ വരുമാന മാർഗമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഉണ്ടായത് എനിക്ക് 5 സെന്റ് സ്ഥലവും വീടും അച്ഛൻ്റെ വിൽപ്പത്രം എഴുതി തന്നതാണ് അവസ്ഥ. ആ വിൽപ്പത്രത്തിൽ തന്ന സ്ഥലവും വീടും എൻ്റെ പേരിൽ ഞാൻ പഞ്ചായത്തിൽ വെച്ച് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുത്ത് ആ സ്ഥലത്ത് 2 സെന്റ് സ്ഥലം വിറ്റ്, പിന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ ലോട്ടറി വിറ്റും ബിസിനസ് ചെയ്തും സ്റ്റുഡിയോ നടത്തി, കപ്പലണ്ടി കച്ചവടം നടത്തി, അങ്ങനെയൊക്കെ നടത്തി ഉണ്ടാക്കിയ പൈസ എല്ലാം വെച്ച് വെച്ച വീട് ഞാൻ 10-13 വർഷമായിട്ട് വാടക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിക്കൊരു വീട് വെക്കണമെന്നുള്ള ഒരു ഇത് വന്നപ്പോൾ അനിയത്തിക്ക് 1 മാസത്തേക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞ് ഞാൻ 1 മാസത്തേക്ക് കൊടുത്തു. ഇപ്പോൾ 8 മാസമായി ഒരു ഇതുപോലും ഇല്ല. 8 മാസമായിട്ട് ഞാൻ ദുഃഖത്തിലും ദുരിതത്തിലുമാണ് അനുഭവിക്കുന്നത്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പല പ്രാവശ്യം ഞാൻ പരാതി കൊടുത്തിട്ട് അവർ അനിയത്തി അവിടെ പോയിരുന്നു കള്ളക്കരച്ചിൽ കരഞ്ഞിടും. അവരെയൊക്കെ സോപ്പിട്ട് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറ്റം ചെയ്യാണ് ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു നിൽക്കാൻ അറിയില്ല. പിന്നെ മിത്രങ്ങളായ പേരിൽ എല്ലാവരും പല രീതിയിൽ ഒഴിഞ്ഞു പോകണം. പക്ഷെ നമ്മുടെ അവസ്ഥകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്തിനും തയ്യാറാണ്. പക്ഷെ നമ്മൾ ഇത്രയും അവസ്ഥകളിലേക്ക് കൊണ്ട് എത്തിച്ചിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം വെള്ളം, വെളിച്ചം, ഭക്ഷണം, ഇത് 3 നമ്മളെ തടസ്സപ്പെടുത്തിയാൽ നമുക്ക് ആരായാലും, ഇപ്പോൾ അച്ഛനായാലും അമ്മയായാലും മിത്രങ്ങളായാലും നമുക്ക് ഈ 3 സാധനം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇത് 3 എനിക്ക് തടസ്സപ്പെടുത്തണതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോയതും എന്നെ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കണം. അപ്പോൾ അവരുടെ എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്തി ഈ വണ്ടിയൊക്കെ നശിപ്പിച്ചിട്ട് എന്നെ അനാഥ മന്ദിരത്തിലാക്കി അവർക്ക് ഇത് കയ്യിലാക്കണമെന്നുള്ളതാണ് അതിലെനിക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടു തന്നെ, അല്ലാതെ പറ്റൂല. ഞാൻ ഇനി ഒരു അനാഥ മന്ദിരത്തിൽ പോയി ജീവിച്ചാലും നമ്മുടെ ഈ അവകാശങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് തന്നെ ഇത്രയും ദ്രോഹിച്ച ഒരാൾ അങ്ങനെ അവരെടുത്ത് സൂഹിക്കുമ്പോൾ 2 പേർക്കും 2ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞത്. 2 പേർക്കും അവൾക്കും ഉണ്ടോ ഈ സ്ഥലത്തിന് ആധാരം, എൻ്റെ ഭാഗത്തിന് എനിക്കുണ്ട്. അച്ഛനും അമ്മയും മരിക്കുന്ന മുമ്പ് എന്നെ 2 പേർക്കും 2 തരത്തിലാക്കി തന്നു കഴിഞ്ഞ് അവളുടെ അതിലെടുത്തിട്ട് എൻ്റെതും അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള നിബന്ധനയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് വരുത്തി തരണം. പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. ഡോഗുകളുണ്ട്, താറാവുണ്ടായി, കോഴിയുണ്ടായി. അനിയത്തിയൊക്കെ പറഞ്ഞതിന് മുമ്പ് നല്ല രീതിയിൽ ബിസിനസ് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞാൻ രാത്രി ഞങ്ങൾക്ക് കുഴിമന്തി നിന്നാണ് ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നത്. പെറ്റ്സിനൊക്കെ രാത്രി ഫുഡ് എടുക്കാൻ പോകുമ്പോൾ അത് കഞ്ചാവ് വിൽക്കാൻ പോയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിൽ തന്നെ സമൂഹത്തിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും മൊത്തത്തിൽ അകറ്റിച്ച് എല്ലാ ഷോപ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടന്ന് നമുക്കിപ്പോൾ ഒരു തരത്തിലും പുറത്തേക്കും പോകാൻ പറ്റാത്ത രീതിയിലാക്കിയെടുത്തിട്ട് ഇപ്പോൾ എനിക്കൊന്നും ബിസിനസ് എല്ലാം ഡള്ളായി ഇരിക്കുന്നു. ഇപ്പോൾ ഞാൻ പെറ്റ്സിനെ ഡോഗിനെ വളർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാറ്റുണ്ട്, പിന്നെ താറാവുണ്ട്, കോഴിയുണ്ട്. 10-40 താറാവുണ്ടായിരുന്നു. ഡോഗ് ഒരു 10-40ഓളം പലയിനം ബ്രീഡിങ്ങും ബോർഡിങ്ങൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം അവസ്ഥയിലേക്കായി, എല്ലാം അസ്തമിച്ച്. ഇനി ഒന്നേന്ന് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇനി ഈ ജീവിതം എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് നാളത്തെ കാര്യം എനിക്ക് അറിയാൻ പറ്റാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. നിലവിലുള്ളത് ഇപ്പോൾ പോമുണ്ട്, ബീഗിളുണ്ട്. പോമും ബീഗിളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ബാക്കിയൊക്കെ കൊടുത്തു. ടോയ് പോമുണ്ട്.
ഡാഷ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ജീവിച്ചു പോകാം. നമ്മൾ ഒരാളെ ആശ്രയിക്കാതെ നമുക്കൊരു ബിസിനസ് ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ്സായിരുന്നു. കുറച്ച് താറാവിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലാതെ വേറെയുള്ള കാര്യത്തിനൊന്നും സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഏൺ ചെയ്തുണ്ടാക്കിയതാണ്. ഇങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്തുന്നതിനും ഇതിനൊക്കെ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. കാരണം ഇതുങ്ങളൊക്കെ പെട്ടെന്ന് ചത്തുപോണം, മരിച്ചു പോകുമല്ലോ. അതുകൊണ്ടിട്ട് ഇതുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു ഗ്യാരണ്ടി തരൂല. പിന്നെ നമ്മൾ അവരെന്തെങ്കിലും ഗ്രാമപഞ്ചായത്ത് വഴി നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ മാത്രം നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഇതിനായിട്ട് നമുക്കൊരു ലോൺ എടുക്കാൻ പറ്റില്ല, സക്സസ് ആവുമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളും ഇങ്ങനെയുള്ള ഇതിന് ലോണ് തരാൻ ചാൻസ് കുറവാണ്. ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഇങ്ങനെയുള്ള മറുപടികളാണ് എല്ലായിടത്തു നിന്നും കിട്ടുന്നത്. പൊതുയിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന് 2016 ഭിന്നശേഷി അവകാശ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. ഈ നിയമം അനുസരിച്ച് ഭിന്നശേഷി സൗഹൃദമല്ലാത്ത കെട്ടിടങ്ങൾക്ക് അനുവാദം നൽകാനേ പാടില്ല. നമ്മുടെ ഇടയിൽ ഒരുപാട് ഹെലൻ കെല്ലർമാരുണ്ട്. അവർ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും ഒക്കെ സഹായം അവർക്ക് ആവശ്യമാണ്. നമ്മൾ ഒന്ന് ചുറ്റുവട്ടത്തും കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം പിന്നിലാണ് നമ്മുടെ ഭിന്നശേഷി സൗഹൃദമെന്ന്. ഒപ്പം നടക്കാമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഭിന്നശേഷി സൗഹൃദമെന്ന് ഘോരഘോരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ഇനി എത്ര ദൂരം മുന്നോട്ട് പോകണം കേരളം ഒന്ന് ഭിന്നശേഷി സൗഹൃദമാകാൻ? പൊതുവിടങ്ങൾ ഉൾപ്പെടെ, നടു റോഡുകൾ ഉൾപ്പെടെ ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടുന്ന മിനിമം കാര്യം പോലും പാലിക്കാൻ ഇതുവരെയും നമുക്കായിട്ടില്ല. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാനിവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.